light of the world, you step down into darkness. Open my eyes, let me see beauty that made us heart adore you. Hope of a life spent with you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. So here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് അക്സ ജോസഫ്. ഞാൻ MSW സ്റ്റുഡൻ്റാണ്, ഫസ്റ്റ് ഇയർ. സോ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ദൈവം എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതും ശക്തീകരിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ MSW ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ BCA ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ BCA കഴിഞ്ഞതിന് ശേഷം ഒരു 2 years ഗ്യാപ്പ് വന്നായിരുന്നു. എങ്കിൽ പോലും അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തെടുക്കണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ പലരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ പാരൻസ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥിക്കാനാണെങ്കിലും ഒരുപാട് ഉത്സാഹിപ്പിച്ചു. ആ സമയത്ത് ശരിക്കും അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഫെയ്ത്ത് എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട് വരേണ്ടത്. അപ്പോൾ ആ സമയത്ത് വിശ്വാസത്തിൽ തന്നെ ഉറപ്പിച്ചത് ദൈവത്തിൻ്റെ വചനങ്ങൾ, ഓരോ കാര്യങ്ങൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും വായിക്കുകയും അത് കൺഫസ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ എന്നെ ശക്തീകരിച്ചൊരു വചനമാണ് എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അപ്പോൾ ഈ വചനം ഞാൻ ഒരുപാട് കൺഫസ് ചെയ്യുമായിരുന്നു. അതുപോലെ ഒരുപാട് വാക്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ ദിവസവും കൺഫസ് ചെയ്യുമായിരുന്നു. അങ്ങനെ BCA കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരുന്നില്ല, എന്നാലും IELTS പഠിക്കാൻ പോയി. അതുപോലെ തന്നെ ചെന്നൈയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രെയർ മീറ്റിംഗ് ഉണ്ടായി, അതിന് അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ വെച്ചാണെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവം എന്നോട് സംസാരിച്ച ഓരോ കാര്യങ്ങളും, നമുക്ക് പലരുടെയും ജീവിതത്തിൽ പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ട്. നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ആ പർപ്പസ് എന്തെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നെ ആ പർപ്പസിലേക്ക് എത്തിച്ച ഒരു വാക്യമാണ്, നിൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ കണ്ടു എന്നുള്ളൊരു വാക്യമുണ്ട്. എഫേസ്യരിൽ അത് പറയുന്നുണ്ട്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നുള്ള വചനം ഞാൻ എല്ലാ ദിവസവും കൺഫസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വചനങ്ങളൊക്കെ ഞാൻ എല്ലാ ദിവസവും പഠിക്കുകയും അത് കൺഫസ് ചെയ്യുകയും ചെയ്യുന്തോറും എന്നിൽ ആ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നേച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ അപ്പച്ചന് വയ്യാണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ആ സമയത്ത് ഞാനിങ്ങനെ MSW എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കുമ്പോൾ അപ്പച്ചൻ തന്നെ ഒരു സ്വപ്നത്തിൽ കണ്ടു. ഞാനിങ്ങനെ MSW പഠിക്കാൻ പോകണമല്ല, പക്ഷേ എന്തോ അപ്പച്ചനിലൂടെ തന്നെ അപ്പച്ചൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, നീ ഇങ്ങനെ പഠിക്കാൻ പോകണത്. അങ്ങനെ ഞാനത് വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു. അങ്ങനെ MSWക്ക് ലാസ്റ്റ് സമയത്താണ് ഞാൻ പോയി അഡ്മിഷന് ചേരുന്നത്. അപ്പോൾ ആ സമയത്ത് അഡ്മിഷൻ ചേരുമ്പോഴും അപ്പച്ചന് നല്ല വയ്യാണ്ട് കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ വചനം പറയുമെങ്കിലും അത് പ്രാവർത്തികമാകുന്നത് നമ്മത് സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നീ പോയി ചേർന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി ചേർന്നു. അങ്ങനെ ലാസ്റ്റ് സമയത്തും ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് വേണ്ടി അവിടെ വെളിപ്പെട്ടു. ആ സമയത്ത് MSW എടുത്ത് ചേരാനായിട്ട് ഇടയായി. അപ്പോൾ പലരുടെയും പ്രാർത്ഥനയെ ഒരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ വചനം വായിക്കുന്നതും പേഴ്സണലി ഉള്ളൊരു പ്രെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് പേഴ്സണലി ദൈവത്തോടൊരു ബന്ധം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാൻ പേഴ്സണലി അങ്ങനെ പ്രേ ചെയ്യാറുണ്ടായിരുന്നു.
അങ്ങനെ ദൈവം എനിക്ക് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു തരാനായിട്ട് ഇടയായി. ഞാൻ പെട്ടെന്നാണ് MSWയിലേക്ക് ചേർന്നത്. അവിടെയും ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, ദൈവത്തിൻ്റെ നാമം അതിലൂടെ ഉയർത്താനായിട്ടും, എനിക്ക് എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ നാമം ഉയർത്തണം എന്നാണ് എനിക്ക് എന്നിലൂടെ ചെയ്യേണ്ട ആഗ്രഹം. അതാണ് എനിക്കപ്പോൾ. അപ്പോൾ അങ്ങനെ MSWയിലേക്ക് ചേരാനായിട്ട് ഇടയായി. അതിന് മുമ്പായിട്ട് ഞാൻ BCA പഠിക്കുമ്പോഴാണെങ്കിലും അവിടെ വെച്ചും എനിക്ക് എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം ടൈമിനാണെങ്കിലും എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായി ചെന്നൈയിൽ, പ്രെയർ മീറ്റിംഗ്. അപ്പോൾ അത് യൂത്തിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ അത് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ആ സമയത്തായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാം ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ ആ ടൈമിന് കറക്റ്റായിട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എക്സാം മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ, യൂണിവേഴ്സിറ്റി എക്സാമാണ്. പക്ഷേ ചർച്ചിലെല്ലാവരും മീറ്റിങ്ങിനായിട്ട് കടന്നു പോകാനായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം പോകാൻ പറ്റില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ വിശ്വാസത്തിൻ്റെ വചനങ്ങളെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇല്ല, എനിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, ഇത് യൂത്തിൻ്റെ മീറ്റിംഗ് ആണ്, അവിടെ ആ നടക്കുന്ന മീറ്റിംഗ് എനിക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ ഞാൻ അത് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റായി. പക്ഷേ എന്നാൽ എക്സാം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് നമ്മൾ അങ്ങാടി ചെന്നൈയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് അതിൻ്റെ തലേ ദിവസം മെസ്സേജ് വന്നേക്കാണ് യൂണിവേഴ്സിറ്റി ആ എക്സാം മാറ്റി വെച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അന്നേരം എനിക്ക് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ ചെറിയ കുഞ്ഞു കാര്യങ്ങളെപ്പോലും അറിയുന്നൊരു ദൈവമാണ്. ഞാൻ സങ്കീർത്തനം 139 വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, യഹോവ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു, എൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മുഴുവനും വാക്കുകൾ അറിയാതെ എൻ്റെ നാവിന്മേലില്ല എന്നൊരു വചനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപിക്കുന്നതെല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും അത്രയും വിശ്വസ്തത കാണിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. വചനത്തിൽ തന്നെ ഇങ്ങനെ എഴുതി വെച്ച്, നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാക്യങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ശക്തീകരിച്ചിട്ടുള്ളത് വാക്യങ്ങൾ വായിക്കുമ്പോഴും അത് കൺഫസ് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ടാണെങ്കിലും പാരൻസ് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും അവർ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും പ്രാർത്ഥിക്കുമെങ്കിലും പേഴ്സണലി ഒരു ദൈവത്തോടുള്ളൊരു ബന്ധം എനിക്കൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴാണ് അങ്ങനെ ദൈവത്തോട് പേഴ്സണലി ഒരു ബന്ധം വന്നത്. മറ്റേത് നമ്മൾക്ക് പാരൻസ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്നു നമ്മത് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല, ഞാൻ പേഴ്സണലി ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും, പേഴ്സണലി ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ചെറിയ കാര്യങ്ങൾ, നമ്മൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രസൻസ്, ദൈവത്തിൻ്റെ ആ പ്രസൻസ് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എക്സാം ടൈമുകളിലാണെങ്കിലും ടെൻഷൻ അടിച്ചാൽ പോവാറ്. എക്സാം പഠിക്കുമെങ്കിലും പഠിച്ചത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ദൈവം അവിടെയും അത്ഭുതം ചെയ്തിട്ടുണ്ട്. അവിടെയും ദൈവം കറക്റ്റ് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വരെയും അത് അപ്ലൈ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ, അതെല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു സമയങ്ങളിൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ദൈവം ചെയ്ത നന്മകൾ ശരിക്കും നമ്മൾ മറന്നു കളയാൻ പാടത്തില്ല. ദൈവം ഓരോ സമയത്തും നമുക്ക് ചെറിയൊരു നമുക്കിപ്പോൾ എന്താ ഒരു പെൻസിൽ കിട്ടിയാൽ പോലും അതിന് നന്ദിയുള്ളവരായിരിക്കണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനുഷ്യരോട് ഇത്രയും നന്ദി അറിയിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് അത്രയും വലിയ നന്ദി നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഈ ദിവസങ്ങളിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇടയായി. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും
സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ